Hi dears, welcome back to our channel Rasina Nias. അപ്പോൾ ഇന്നും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മിക്കവാറും ഇങ്ങനെയുള്ള ഒരു വീഡിയോ എടുക്കുമ്പോൾ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. നിയാസ്ക പകൽ ടൈമിൽ നിയാസ്കാൻ്റെ ഡ്യൂട്ടിക്ക് പോകും, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് കുറച്ച് പേർക്ക് ഒരു താങ്ക്സ് അറിയിക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലോട്ട് നിങ്ങൾ വരുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേണ്ട. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ സ്വീറ്റ് സബ്സ്ക്രൈബേഴ്സിന് എല്ലാം ഒരു ബിഗ് ഹായ് ആൻഡ് താങ്ക്സ് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ ചാനലിലോട്ട് വന്നിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ എൻ്റെ ഫാമിലിനെ അറിയിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് കാണുന്നുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നത്. സ്പെഷ്യലി ഞാൻ മുമ്പേ ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരാളും കൂടി എനിക്ക് സ്ഥിരമായി കമൻറ്റ് ചെയ്യുന്നുണ്ട്. പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, സോറി. അപ്പോൾ ഞാൻ 2-3 പേർക്ക് ഇങ്ങനെ വിഷസ് അറിയിച്ചപ്പോൾ അവരും പറഞ്ഞു ഞാനും നിങ്ങളെ സ്ഥിരം വ്യൂവറാണെന്ന്. അപ്പോൾ നിങ്ങളെ പേര് എനിക്ക് മിസ്സായി പോയി, ഐഡിയിൽ പോയി നോക്കണം എന്താണ്. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ വക ഒരു സ്പെഷ്യൽ ഹായ് കേട്ടോ. എന്നും ഇങ്ങനെ കണക്റ്റ് ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ പ്രഗ്നൻസി അനൗൺസ് ചെയ്തത് എനിക്ക് 3 മന്ത് ആയപ്പോഴാണ്. എന്ന് വെച്ചാൽ 3 മന്ത് കംപ്ലീറ്റ് അല്ല, 2 കംപ്ലീറ്റ് ആയിട്ട് 3 റണ്ണിങ്ങിലാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി അനൗൺസ് ചെയ്തത്. പക്ഷേ അത് ഞാനൊരിക്കലും ഇങ്ങനെ ഉണ്ടെന്നോ അല്ല ഞാൻ കാർഡ് ടെസ്റ്റ് എടുത്തിട്ടോ അങ്ങനെയൊന്നും ഞാൻ അനൗൺസ് ചെയ്തില്ല കേട്ടോ. ഇതുവരെ എൻ്റെ യൂട്യൂബിലാവട്ടെ വേറെ എവിടെ എൻ്റെ കാർഡ് ടെസ്റ്റോ അല്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്നൊന്നും അനൗൺസ് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട്, ഒരു സ്കാനിങ്ങിനും പോയ ദിവസം ഞാനും നിയാസ്കയും കൂടി ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് എടുത്തായിരുന്നു കേട്ടോ. ആ ഫോട്ടോഷൂട്ട് ഞാൻ എൻ്റെ വാട്സപ്പിൽ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ നമ്മൾ ഒന്നും പറഞ്ഞില്ല എന്തിനു വേണ്ടിയാണെന്ന്. ജസ്റ്റ് എൻ്റെ ടമ്മിയിലെല്ലാം ഇങ്ങനെ കൈവച്ചിട്ട് നിയാസ്ക അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ഒരു ഡ്രസ്സിൽ. ആ ഫോട്ടോ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്തപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നിപ്പോയി ഇത്രയും സ്നേഹിക്കുന്ന ആൾ ശരിക്കും ഉണ്ടോ. കാരണം ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ സംഗതി ഞാൻ പറയുകയാണെങ്കിൽ അവരായിട്ട് ഞാൻ കണക്റ്റഡ് അല്ലാതെ 1 വർഷമായി കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫീൽഡ് ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ്. 1 വർഷം ആവാൻ പോന്നു. അപ്പോൾ അത്രക്കും അവരായിട്ട് കോണ്ടാക്റ്റ് എല്ലാം ഭയങ്കര കുറവാണ്. അവരെ ഞാൻ ക്ലയൻ്റ് എന്ന് പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അവർ എൻ്റെ സ്വീറ്റ് ഫ്രണ്ട്സാണ്. എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. ഞാൻ എൻ്റെ വാട്സപ്പിൽ പാട് ഓരോരുത്തരായിട്ട് ഒരിക്കലും എൻ്റെ ബർത്ത്ഡേ വിഷസ് പോലും എനിക്കിങ്ങനെ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനും അങ്ങനെ ആർക്കും ബർത്ത്ഡേ ഒന്നും വിഷ് ചെയ്യാറില്ല. കാരണം ഒരു ഫ്രണ്ട്സ് സർക്കിൾ എനിക്ക് വളരെ കുറവാണ്. കാരണം എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി സമയത്തും ഞാൻ ജോലി എടുക്കുന്ന സമയത്തും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീട്ടിലാവുമ്പോൾ ഒന്നും ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ആക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. കാരണം മൈൻഡ് ചെയ്യാതിരിക്കുന്നത് മനഃപൂർവ്വമല്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ബിസി ആയിരിക്കുമ്പോൾ മിക്കവാറും ഈ ഫ്രണ്ട്ഷിപ്പെല്ലാം വെച്ചാൽ അവോയ്ഡ് ചെയ്തു പോകും. അങ്ങനെ ഒരുപക്ഷെ അവരെനിക്ക് മെസ്സേജ് അയച്ചാലും എനിക്ക് റിപ്ലൈ ആക്കാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പൊതുവേ ഞാൻ നിങ്ങളോട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ആക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ എനിക്കൊരു 2-3 എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല. അത്രക്ക് സന്തോഷിച്ചിപ്പോൾ ഏകദേശം കഴിഞ്ഞത് ഒരു 3 മാസം മുമ്പേ നടന്നത്. പക്ഷെ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് വാട്സപ്പിൽ എത്ര കൺഗ്രാജുലേഷൻസാണ് ഓരോരോ ഫ്രണ്ട്സും എൻ്റെ ആ വീഡിയോ കണ്ട പാട്. എത്ര കെയറിങ്ങിലാണ് എൻ്റെ യൂട്യൂബിലാണെങ്കിലും ഇവൻ എൻ്റെ വാട്സപ്പിലാണെങ്കിലും. യൂട്യൂബിൻ്റെ കാര്യം ഞാൻ പിന്നെ വരാട്ടോ. എൻ്റെ വാട്സപ്പിൽ എത്ര മെസ്സേജാണ് അന്ന് എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അന്നാണ് എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ശരിക്കും എത്ര ആൾക്കാരാണ് കൺഗ്രാജുലേഷൻ ഡാർലിങ്, എത്ര മന്തായി, നമ്മളോട് പറഞ്ഞില്ല, ഒളിപ്പിച്ച് വെച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിചാരിക്കാത്ത ഫ്രണ്ട്സ് പോലും എനിക്ക് കൺഗ്രാജുലേഷൻസ് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് കൺഗ്രാജുലേഷൻ അയച്ചിട്ട് ഞാൻ എന്താ പറയുക അതിനിപ്പോൾ റിപ്ലൈ തരുന്നതെന്നല്ല, പക്ഷേ എനിക്ക്
അത്ര അന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പിൽ തന്നെ ഞാനതിൻ്റെ റിപ്ലൈ തന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചതിന് എത്ര മന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും എനിക്കത് മതിയായിട്ടില്ല. നിങ്ങൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ആണ് കേട്ടോ. എന്നെ ഇത്രയും കെയർ ചെയ്ത് നിങ്ങൾ 1, 2, 3 പേരാണെങ്കിൽ ഞാൻ ഇത്ര സന്തോഷം. നമുക്ക് നോർമലി എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്നെങ്കിലും പറയാം. പക്ഷേ അതല്ല, ഞാൻ വിചാരിക്കാത്ത എൻ്റെ നമ്പർ ജസ്റ്റ് അവർ സേവ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മളൊരിക്കലും വിളിയോ കോൺടാക്റ്റോ ഒന്നും ഇല്ലാത്ത എൻ്റെ കോൺടാക്റ്റിൽ എത്ര പേരുണ്ട് അത്ര ആൾക്കാരും എനിക്ക് ഈവൻ പിന്നെന്താ പറയുക, നിയാസ്കാൻ്റെ ഫ്രണ്ട്സും എൻ്റെ വാട്സപ്പിലുണ്ട് കേട്ടോ. അവരും എല്ലാവരും കൂടിയിട്ട് എനിക്ക് ഒരുപാട് കൺഗ്രാജുലേഷനും വിഷസും ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കെയർ എടുക്കണം, പിന്നെ ഇത്രയും ഗ്യാപ്പ് വല്ലതും വന്നതാണ്, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും മാഷാല്ല ഇത്രയും ആൾക്കാർ, എന്നെ അറിയുന്ന ആൾക്കാരുണ്ടോ, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്നായിട്ടാ. എന്ന് വെച്ചാൽ യൂട്യൂബ് വേറെയാണ്, യൂട്യൂബ് അതർ സൈഡ് എന്ന് വെച്ചാൽ അത് നമ്മൾ അടുത്തറിയുന്ന ആൾക്കാരായിരിക്കില്ല, കുറേ ദൂരത്തിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾ വാട്സപ്പ് കോൺടാക്റ്റിൽ നമുക്ക് ചുറ്റുമുള്ള ഒരു സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരായിരിക്കില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ അവർക്കൊരു എന്താ പറയുക, നന്ദി അറിയിക്കുക കേട്ടോ. ചെറിയൊരു കോൾഡ് ഉണ്ട്, അതാണ് ത്രോട്ടിൽ വല്ലാത്തൊരു കളി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുവാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളതൊരു നോർമലി കൺഗ്രാജുലേഷൻ ഡിയർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അയച്ചതായിരിക്കാം. പക്ഷെ അത് എനിക്ക് ഭയങ്കര വലിയ കാര്യമായിട്ടുണ്ട് കേട്ടോ. ഇവൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സും, ഇപ്പോൾ പേരെടുത്ത് പറയാൻ എനിക്ക് കിട്ടുന്നില്ല, പേര് മറന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ഉമ്മാട്ടാ, കാരണം അത്ര ഇഷ്ടമായി. എനിക്ക് കൂടുതൽ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അവരൊന്നും ഇതുവരെ എനിക്ക് കൺഗ്രാജുലേഷനോ അപ്പോൾ എത്ര മാസമായോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു 10-30 പേരാണ് എനിക്ക് ഒറ്റയടിക്ക് ഈ ബർത്ത്ഡേ വിഷസിലും വരില്ലേ, അതുപോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഫോട്ടോ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വിഷസ് വരുമെന്ന്. നമുക്ക് ബർത്ത്ഡേക്ക് വരുന്നത് പോലെ ഇങ്ങനെ തുരുതാന്ന് ഇങ്ങനെ മെസ്സേജ് കൺഗ്രാജുലേഷനും അതും ഇതൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ നിയാസ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാനത് ഫ്രണ്ട്ഷിപ്പായിട്ട് മെയിൻറ്റെയിൻ ആക്കിയിട്ടില്ല, ജസ്റ്റ് എൻ്റെ കോണ്ടാക്റ്റിലുണ്ട് അവർ, അങ്ങനെ എനിക്ക് വിഷ് അയച്ചതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് താങ്ക്സ് നിങ്ങളെല്ലാവരും വിഷാക്കിയതിന്. ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കണമായിരുന്നു. ഞാനിത് ഫസ്റ്റ് തന്നെ ചാനലിൽ ഇടണമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങ് മറന്നുപോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ചാനൽ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് അയച്ച എല്ലാവർക്കും അറിയാമല്ലോ, കൺഗ്രാജുലേഷൻ അയച്ച ആൾക്കാർക്കും പിന്നെ കുറേ കെയറിങ്ങിൻ്റെയും ടിപ്സും അതൊക്കെ അയച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ താങ്ക്ഫുൾ ഹൃദയം നിറഞ്ഞ എന്താ പറയുക ഉമ്മ ഞാൻ നേരത്തെ തന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിട്ട് യൂട്യൂബിൽ കേട്ടോ. യൂട്യൂബിലെന്ന് വെച്ചാൽ നമ്മൾ ചില സമയം നമ്മൾ ഓർക്കും എൻ്റെ ട്രൈപോഡ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്യുമ്പോൾ അതിൽ ബോയ്സിനൊന്നും വലിയ ഇതുണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അവർക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല, വെറും ലേഡീസിന് മാത്രമേ അറിയുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ യൂട്യൂബ് ഫാമിലി അതിലുള്ള ബോയ്സ് എനിക്ക് ഒരുപാട് കെയറിങ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും അവരെ ഒരു സിസ്റ്ററെ കാണും പോലെ, അല്ലെങ്കിൽ അവരെ ഒരു കസിൻ റിലേഷനും അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണും പോലെയാണ് അവരെനിക്ക് പിന്നെ മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. അത്ര കെയറിങ് ആയിട്ട് ഇത്താ ശരിക്കും നിങ്ങൾ കെയർ എടുക്കണം. പിന്നെ ഞാൻ ഒരു ഷോർട്സിൽ 2-3 ഡാൻസിൻ്റെ എല്ലാം വീഡിയോ ഇട്ടായിരുന്നു. ആ സമയത്തെല്ലാം നന്നായി കെയർ എടുക്കണത്ത, ഇങ്ങനെയൊന്നും കളിക്കാൻ പാടില്ല, പ്രഗ്നൻസി അല്ലേ, എന്തെങ്കിലും പ്രോബ്ലം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓരോരുത്തരുടെ ഐഡിയ ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബിഗ് ഉമ്മാട്ടാ. കാരണം എനിക്ക് എന്താ പറയുക, ഇതിനുള്ള ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ്, ആ ഒരു നിങ്ങൾ ചെയ്ത വിഷയത്തിന് ഞാനിപ്പോൾ ഇത്രയും അറിയിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ അത് എന്തെങ്കിലും ആഴത്തിൽ കടന്നിട്ടുണ്ടാവും. അതായിരിക്കും, അത് ഞാൻ പിന്നീട് പറയാട്ടാ. അപ്പോൾ നമ്മളൊരിക്കലും അപ്പോൾ സോറി, വീഡിയോ പകുതിക്ക് വെച്ചിട്ട് കട്ടാക്കേണ്ടി വന്നിട്ട്. നമ്മളൊരു അയൽവാസി എന്നെ കാണാതെ കുറേ ദിവസമായി എന്ന് പറഞ്ഞിട്ട് കാണാൻ വന്നതായിരുന്നു. അവരോട് വർത്താനം പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്, യൂട്യൂബിലുള്ള കുറച്ച് ഫാമിലീസ് അല്ലേ, അവരും ഒരുപാട് ഇങ്ങനെ കെയറിങ് ആയിട്ടുള്ള മെസ്സേജസ് എല്ലാം അയച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുന്നു കേട്ടോ. പിന്നെ വേറെന്താ, അനോമലി സ്കാനിൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അനോമലി സ്കാൻ ആയിട്ടില്ല. അനോമലി സ്കാൻ ആവുന്നതിന് മുമ്പേ ഞാൻ വേറൊരു സ്കാൻ എടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഒരു ദിവസം നമുക്കിങ്ങനെ പഞ്ചായത്ത് വെള്ളം വരുന്നത് കേട്ടോ. അവരിപ്പോൾ ഒരു ദിവസം നിയാസ്ക വെള്ളം എടുക്കരുത്, വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാനെന്താക്കി, വെയിറ്റ് എടുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പെയിൻ വന്നു. വയറിലല്ല കേട്ടോ, നടുവിൻ്റെ ആ ഭാഗത്ത് കൂടെ പെയിൻ വന്നപ്പോൾ ഒരു ദിവസം ഫുള്ള് ഞാൻ ക്യൂർ ആവുമെന്ന് വിചാരിച്ച് നോക്കി, പക്ഷേ ശരിയായില്ല. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു പക്ഷേ യൂറിൻ ഇൻഫെക്ഷൻ ആയിരിക്കും. പ്രഗ്നൻസിയിൽ കോമൺ ആണല്ലോ യൂറിൻ ഇൻഫെക്ഷൻ, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ടെല്ലാം നോർമലാണ്, അങ്ങനത്തെ ഒരു പ്രശ്നവും. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു സ്കാൻ എടുത്ത് നോക്കാം. അപ്പോൾ ശരിക്കും 5th മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ പോയത്. അപ്പോൾ അനോമലിക്ക് വേറൊരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അത് എല്ലാം കൂടി ഒപ്പരമായിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആകുമല്ലോ എന്ന്. പെയിനും കാണിക്കുക, അനോമലി സ്കാനും ആവുന്നത്. പക്ഷേ അന്ന് എനിക്ക് അനോമലി സ്കാന് ചെയ്തില്ല. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് പെയിൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ സ്കാൻ എടുത്ത് നോക്കിയിട്ടാ. സ്കാൻ എടുത്ത് നോക്കുമ്പോൾ യൂട്രസിന് യൂട്രസിലോ ബേബിക്കോ അങ്ങനത്തെ ഒരു പ്രശ്നവും. പെയിന് വേറെ എന്തോ പ്രശ്നം കൊണ്ടാണ്, ഒരു പക്ഷേ വെയിറ്റ് എടുത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പെയിൻ വന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്രഗ്നൻസിയിലെല്ലാം നമ്മൾ മന്ത് ആവാതെ 5, 6, 7 ഇങ്ങനെ പെയിൻ വരുന്നുണ്ടെങ്കിൽ പേടിക്കാതിരിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നത് ഇങ്ങനെ ഒരു പെയിനിന്ന് ഒരു ലെഫ്റ്റ് സൈഡായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി സ്കാനെല്ലാം എടുത്ത് നോക്കുമ്പോൾ ബേബി മാഷാഅല്ലാ നോർമലായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആ സ്കാനിൽ ഞാൻ എന്താ അനോമലി എടുക്കാത്തതെന്ന് വെച്ചാൽ ഇതാണ് സ്കാനിങ് റിപ്പോർട്ട് കേട്ടോ. കാണുന്നുണ്ടല്ലോ, ബേബി എല്ലാം നോർമലാണ്. അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ടിൽ എല്ലാം നോർമൽ തന്നെയാണ്. പക്ഷേ ബേബിൻ്റെ പ്രായം വന്നിട്ട് 17 വീക്ക് 6 ഡേ ആയിട്ടുള്ളൂ. 5 മന്ത് എന്ന് വെച്ചാൽ ഒരു 19-20 വീക്കിലാണ് നമ്മൾ 19th 18th വീക്കിലെല്ലാം നമ്മൾ ശരിക്കും അനോമലി സ്കാൻ എടുക്കേണ്ടത്. അപ്പോൾ അത്ര ആയി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഡേറ്റ് അല്ലായിരിക്കും നമ്മൾ സ്കാനിങ്ങിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ബേബിക്ക് 17 വീക്കും 6 ഡേയ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഫുൾ വളർച്ച ആയിട്ടില്ല, 5 മന്തിൻ്റെ 17 വീക്കേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 2 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അനോമലി സ്കാൻ എടുക്കാമെന്ന്. ഇതിൽ ബേബിൻ്റെ വെയിറ്റ് വന്നിട്ട് 257.7 ഗ്രാം. ഞാൻ എന്താ പറയണല്ലേ, ഒന്നും ഇംഗ്ലീഷ് പറയാം, അല്ല കന്നഡം പറയാം, അല്ല മലയാളം പറയാം. അപ്പോൾ 257.7 ഗ്രാംസ് ഉണ്ട്. അതായത് കാക്കിലത്തിലും കുറച്ച് കൂടുതലുണ്ട് 17 വീക്കിൽ. ഹെഡ് വന്നിട്ട് 140 mm ഉണ്ട് കേട്ടോ. പിന്നെ ലെങ്ത്ത് വന്നിട്ട് 27 mm ഉണ്ട്. വേറെന്താ ഇതിൽ എനിക്ക് മെയിനായിട്ട് വന്നത് എൻ്റെ പ്ലസൻറ്റൻ്റെ പൊസിഷനാണ് കേട്ടോ. ഇതുണ്ടല്ലോ പ്ലസൻറ്റ പൊസിഷൻ എനിക്ക് പോസ്റ്റീരിയറാണ് പ്ലസൻറ്റൻ്റെ പൊസിഷൻ. അതെനിക്ക് നോക്കണമായിരുന്നു. അപ്പോൾ 17 വീക്ക് ആയതുകൊണ്ട് എനിക്ക് അനോമലി ആയിട്ടില്ല. അപ്പോൾ അനോമലി സ്കാൻ പെട്ടെന്ന് തന്നെ ഒരു 2-3-4 ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ബേബീനെല്ലാം ഏകദേശം ഞാൻ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചെറിയ പിക്ചർ ആയതുകൊണ്ട് ഞാൻ കാണിച്ചിട്ട് പറയില്ല. ഇതിലും വന്നിട്ട് എൻ്റെ ഡ്യൂ ഡേറ്റ് വന്നിട്ട് ഞാൻ കൊടുക്കാം. ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ 6 തന്നെ വന്നിട്ടുള്ള 6/6/2024 വന്നിട്ടുള്ള കേട്ടോ. ആ ഡേറ്റ് 6/6/2024 അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേതിലും അങ്ങനെ തന്നെ എന്താ പറയുക, ഒരു 4-5 ദിവസമായ പിന്നെ ഞാൻ അനോമലി സ്കാനിൻ്റെ ഇടാം. പിന്നെ ഇനിയൊരു സംഭവമുണ്ട് കേട്ടോ. ഈ സംഭവം ഇല്ലേ, ഇത് എൻ്റെ രണ്ടാമത്തെ മോൻ്റെ 14-15 വർഷമായിട്ടുള്ള ഒരു സ്കാൻ റിപ്പോർട്ടാണ് കേട്ടോ. ഇത് കുറേ ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞതാണ്. പിന്നെ വെറുതെ നോക്കിയാൽ ഇനിയും കിട്ടും കേട്ടോ. അതിലൊന്ന് ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഇത് എപ്പോൾ എടുത്തതറിയോ, ഇത് 19 വീക്ക് ആയപ്പോഴാണ് എടുത്തത്. 19 വീക്കിൽ അവൻ്റെ വെയിറ്റ് വന്നിട്ട് 297 ഗ്രാംസ് ആണ്. ലെങ്ത്ത് വന്നിട്ട് 40, ഹെഡ് ലെങ്ത്ത് വന്നിട്ട് ഹെഡിൻ്റെ ആ ഒരു ചുറ്റളവുണ്ടല്ലോ അത് വന്നിട്ട് 167.3 mm. പിന്നെ ലെങ്ത്ത് വന്നിട്ട് 30.3 ആണ് കേട്ടോ. ഈ കുഞ്ഞുമാമൻ്റെ ലെങ്ത്ത് വന്നിട്ട് 27 ആണ്. ഇത് 30.3 27 ആണ് ഇതിൽ. ഇത് 17 വീക്കേ ആയിട്ടുള്ളൂ. ഇത് 19 വീക്കും 4 ഡേയ്സും ആയതാണ്. പിന്നെ ഇതിലും എൻ്റെ പ്ലസൻറ്റാൻ്റെ പൊസിഷൻ വന്നിട്ട് പോസ്റ്റീരിയർ തന്നെയാണ് കേട്ടോ.
അപ്പോൾ നിയാസ്ക ഇത് നോക്കി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ അങ്ങ് പോയി കിട്ടി. അതാണ്. അപ്പോൾ എന്തായാലും എന്ത് ബേബി ആണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിയാസ്ക പറഞ്ഞു. അപ്പോൾ ഓക്കെ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ അങ്ങ് പോയി കിട്ടി. മിക്കവാറും ഇങ്ങനെ തന്നെ ആകും കേട്ടോ, പെട്ടെന്ന് ലൈറ്റ് അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഞാൻ നിയാസ്കനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമുക്ക് ഈ പ്രാവശ്യം ബോയ് തന്നെ ആയിരിക്കുമോ, ഇതും പോസ്റ്റീരിയർ ആണല്ലോ അതും പോസ്റ്റീരിയർ ആണോ, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ നിയാസ്ക 100% ഷുവറാണ് ഗേൾ ബേബി തന്നെയാണെന്ന്. എനിക്ക് പിന്നെ ഏത് ബേബി ആയാലും ഒരു പ്രശ്നവുമില്ല. ബോയ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലത്. ഗേൾ ആണെങ്കിൽ എനിക്കങ്ങനെ ഇപ്പോൾ 2 ബോയ്സിനെ എനിക്ക് നോക്കിയിട്ട് നല്ല പരിചയമാണല്ലോ. ഗേൾ ആകുമ്പോൾ ഒരു എക്സ്ട്രാ എന്താ പറയുക, എല്ലാത്തിനും ഒരു ടെൻഷനായിരിക്കും ഫസ്റ്റായിട്ട് ലൈഫിലേക്ക് വരുന്നത്. എനിക്ക് ഏത് കുഞ്ഞായാലും പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ 2 ബോയ്സ് ഉണ്ട്, ഇനി ബോയ്സ് വേണ്ട എന്നുള്ള തീരുമാനമൊന്നും എനിക്കില്ല. എനിക്ക് ബോയ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. ആൺകുട്ടികളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കുട്ടികളാണ് ഇഷ്ടം. പിന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ എവിടെ വെച്ച് കാണുമ്പോഴും മുതിർന്ന ആൾക്കാരും എന്നെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരും എൻ്റെ സെയിം ഏജുകാരും എല്ലാം എനിക്ക് എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ബ്ലെസ് ചെയ്യുന്നത് ഒരേ ഒരു വിഷയം, ഒരു കല്യാണത്തിനായാലും വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്ത് നല്ല ഒരു ഗേൾ ബേബി ആവട്ടെ എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ അവരുടെ ആശ പോലെ തന്നെ ആയിക്കോട്ടെ. എനിക്ക് മിനിഞ്ഞാന്നും കൂടി ഒരാൾ ഇങ്ങനെ കണ്ടപാട് പറയും നല്ല ഒരു അടിപൊളി ഗേൾ ബേബി ആവട്ടെ, ഗേൾ ബേബി തന്നെ ആയിരിക്കും ഇപ്രാവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബോയ് ആണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഓക്കെ, അവർ എൻ്റെ ഏജും പിന്നെ അതെന്ത് ചൈനീസ് കലണ്ടറെല്ലാം വെച്ച് കണക്കൂട്ടായിരുന്നു കേട്ടോ. ഏത് ബേബി ആയാലും എനിക്ക് കുഴപ്പമില്ല. നോർമലി ആയിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നീറ്റായിട്ട് ഡെലിവറി ആയാൽ മതി, അത്രയേ ഉള്ളൂ. അള്ളാഹിനോട് ഞാൻ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഏത് ബേബി ആയാലും കുഴപ്പമില്ല. നമുക്ക് റബ്ബ് ഏതാ തരുന്നത് അത് സന്തോഷത്തോടെ 2 കൈ നീട്ടിയിട്ട് വാങ്ങുക അല്ലേ. എത്രയോ ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ ഇല്ലാതെ കഷ്ടപ്പെടുന്നില്ലേ. അവരിപ്പോൾ ബോയ് വേണം ഗേൾ വേണമെന്നൊന്നും പറയില്ലേ, ഏതെങ്കിലും ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ടല്ലേ അവരെല്ലാം പ്രാർത്ഥിക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് അവരെ പ്രാർത്ഥന നടത്തലും ദാനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു നല്ല എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ടാണ്. അവരും ഒരുപാട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഇങ്ങനെ പോസിറ്റീവ് വന്ന് ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കെല്ലാം ആയിട്ട് അബോട്ടായി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു സ്വീറ്റ് ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ അറിയാം, നമുക്ക് വൈഫിനെ അറിയാം, 2 പേരും നല്ല ക്ലോസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2.5 ആയി തോന്നുന്നു, എനിക്ക് കറക്റ്റ് വർഷം അറിയില്ല. അപ്പോൾ അവർ എന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ടെല്ലാം കുറേ ഇങ്ങനത്തതെല്ലാം ചോദിച്ചായിരുന്നു കേട്ടോ, ഏതാ ഡോക്ടറെ അടുത്ത് കാണിക്കുന്നതെന്നല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തുക കേട്ടോ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ പോസിറ്റീവ് വരട്ടെ. നല്ല ഒരു എന്താ പറയുക അടിപൊളിയായിട്ട് റാഹത്തായിട്ടുള്ള ഒരു കുഞ്ഞുവാവനെ കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അവർക്ക് പോസിറ്റീവ് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിപ്പിക്കും. നിങ്ങളെ പ്രാർത്ഥന കൊണ്ടാണ് അവർക്ക് പോസിറ്റീവ് വന്നതെന്ന്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അനോമലി സ്കാൻ റിപ്പോർട്ടായിട്ട് പിന്നെ കാണിക്കാം. അപ്പോൾ അനോമലി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം, വോമിറ്റിംഗ് എല്ലാം കുറച്ച് കുറവുണ്ട്. വലിയ വോമിറ്റിംഗ് ഒന്നുമില്ല, കുറച്ച് ടയേർഡ് ഉണ്ട് കേട്ടോ. അത് നോർമലി നമ്മൾ 1 അല്ലല്ലോ 2 അല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഓക്കെ, അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം. അതുവരയ്ക്കും ബൈ ഫ്രം റസീന നിയാസ്.